നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം. ഇന്ന് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് നഗരസഭ 6ാം ഡിവിഷൻ മട്ടാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി ഷീജ നവാസാണ്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകരോടൊപ്പം ഭവന സന്ദർശനം നടത്തുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥി. ഡിവിഷനിലെ കുടിവെള്ള പ്രശ്നവും മാലിന്യ പ്രശ്നവും പരിഹരിക്കുക എന്നുള്ളതാണ് തന്റെ മുഖ്യ ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി വ്യക്തമാക്കി. നമസ്കാരം. നമ്മുടെ സ്ഥാനാർത്ഥിയോടൊപ്പം ഈ പരിപാടി ഞങ്ങൾ ചാനലുണ്ട്. അപ്പൊ 6ാം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ഷീജ നവാസിനെ കാണാനും വിശേഷങ്ങൾ അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ. വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം എന്താ? വളരെ നല്ല പ്രതികരണങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, അവരുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടും LDFന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDF പ്രവർത്തകർ ഭരണത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടേക്കോ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പരാതികളോ മറ്റു കാര്യങ്ങളോ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഷീജയോട് വോട്ടർമാർ ചോദിക്കാറുണ്ടോ? പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ എന്തായാലും 10 കൊല്ലത്തെ ഭരണത്തില് 90% തൃപ്തിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ചെല്ലുമ്പോ തൃപ്തിയില്ലായ്മ എന്താന്ന് വെച്ചാല് വീടുകളിൽ ചെല്ലുമ്പോ വീട്ടമ്മമാരായിട്ടുള്ള കൂടുതൽ നമ്മ അറ്റാച്ച് വേണ്ടത്. വീട്ടമ്മമാരിൽ നിന്ന് പ്രതികരണം, ഗ്യാസിന്റെ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളത് ഏറ്റവും കൂടുതൽ നമ്മള് ചവറ് സംബന്ധമായ കുറെ പ്രശ്നങ്ങൾ, മാലിന്യ പ്രശ്നങ്ങള്, ഡ്രെയിനേജിന്റെ ഒരുപാട് പ്രശ്നങ്ങള്, വെള്ളക്കെട്ടുകള്, കുറെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ പിന്നെ സ്ലാബിന്റെ കുറെ പ്രശ്നങ്ങള്, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങള്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഈ ഭാഗത്തു തന്നെയല്ല, എവിടെയായാലും നിന്നാല് എവിടെയാണെന്ന് ചോദിച്ചിട്ട് മുൻ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഫോൺ എടുക്കുക, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എപ്പോഴാണ് നിങ്ങളെ കിട്ടുന്നത്, എപ്പോഴാണ് പറയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാ ആൾക്കാർക്കും ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എവിടെ കിട്ടും എന്നുള്ള ചോദ്യം അതായത് അത് എല്ലാ സ്ഥാനാർത്ഥികളോടും ഒരുപക്ഷെ വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. അവരെ കൊണ്ട് ഒരു പ്രാവശ്യം നടന്നു കൊടുക്കേണ്ട പേപ്പറിന് 10 പ്രാവശ്യം ഈ ഒരു 5 വർഷ കാലയളവിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഈ പ്രദേശത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതായത് LDFന്റെ കാൻഡിഡേറ്റ് ആണ് കഴിഞ്ഞ, അതായത് LDFന്റെ കൗൺസിലറായിരുന്നു ഈ കൂട്ടിച്ചേർത്ത ഭാഗത്തും ഇവിടെയും. അതെ അതെ ഇവിടെയും. അപ്പൊ ഈ 2 സ്ഥലത്തും ഇത്തരം പരാതികളുണ്ടാവുന്നത്. ഒരു ഭാഗത്തുനിന്ന് അവിടെ മുതൽ തുടങ്ങുമ്പോ 2 ബൂത്ത് അപ്പുറത്തെ ഭാഗത്താണല്ലോ വന്നത്. ആ ഭാഗത്തുനിന്ന് കേൾക്കുമ്പോഴും പേര് ചൊല്ലിയാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ ആയിപ്പോവോ, ഞങ്ങളപ്പോ വോട്ട് എന്ത് ചെയ്യും, നിങ്ങളെ ജയിപ്പിച്ചിട്ട് നിങ്ങളെ ബേക്കിൽ ഒരു പേപ്പറിന് വേണ്ടി 10-15 പ്രാവശ്യം ഞങ്ങൾ വരേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ കൗൺസിലർ 2 വിധത്തില് ഫ്രണ്ടിലിരുന്ന ആളില്ല, അല്ലെങ്കിൽ കിടക്കണേണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനും തയ്യാറായിട്ട് ഞങ്ങളെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടെന്നുള്ളതൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. 21 വർഷമായിട്ട് ലീഗിലും അല്ലാണ്ട് ADS എന്നുള്ള നിലകളിൽ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ആളെ നോക്കിയിട്ടല്ല, എന്ത് കാര്യത്തിനും ആര് വിളിച്ചാലും അവരെ കൂടെ പോയി അവർക്ക് വേണ്ട പ്രായമുള്ളവരാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഞങ്ങൾ അവരുടെ വീടുകളിൽ ചെന്നിട്ട് 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷന്റെ ഫോം കൊണ്ടേ കൊടുത്ത് ഫില്ല് ചെയ്ത് കൊണ്ടേ കൊടുത്തുകൊണ്ടിരിക്കണേ ഞങ്ങൾ. അത് ഇതല്ല, അത് ഇതുമായിട്ട് ബന്ധമില്ല. അതായത് പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഒരു 10-20 വർഷമായിട്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് കാര്യമാണെങ്കിലും എന്തെങ്കിലും പെൻഷന്റെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലും അവര് വിളിച്ച് ചോദിക്കുന്നത്, ഷീജ ഇത് ഇപ്പൊ കൊടുക്കണോ, ഏതാഴ്ച കൊടുക്കണം, എവിടെയാണ് മസ്റ്ററിങ്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഇതിടണുണ്ടോ, അല്ലെങ്കിൽ കണ്ണിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ തന്നെ ചോദിക്കും നിങ്ങൾ ക്യാമ്പ് ഇട്ടൂടെ എന്ന് വെച്ചാല് ഞാന് ഗിരിധറല്ല ചൈതന്യമായിട്ട് കോണ്ടാക്ട് ചെയ്തൊരു 3 ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ ഉത്തരവാദിത്തത്തില് ഞാൻ ക്യാമ്പ് വെച്ചിട്ട് ഗുജറാത്തി സ്കൂളിൽ അതേപോലെ ആസിയബായിലൊക്കെ ഞാനായിട്ട് നടത്തിയിട്ടുണ്ട്. 24 മണിക്കൂറും തന്നെ ജനങ്ങൾക്ക് സമീപിക്കാമെന്നും ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. ഡിവിഷൻ UDF പിടിച്ചെടുക്കുമെന്നും സ്ഥാനാർത്ഥി ഷീജ നവാസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഷീജ നവാസിന്റെ വാക്കുകളിലേക്ക്. ഈ ബ്ലഡ് ഷുഗർ പ്രഷർ ഇല്ലാത്ത ആൾക്കാർ ഉമ്മമാരില്ല. ഉമ്മമാരെ നോക്കേണ്ട 40 വയസ്സിന് എല്ലാവർക്കും ഷുഗർ പ്രഷർ എന്ന അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എല്ലാവർക്കും നമ്മളെ ശൈലി രോഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരപ്പൊ ചോദിക്കും, ഷീജ എവിടെയെങ്കിലും ക്യാമ്പ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഓരോ പറമ്പുകളിലേക്ക് ഞാൻ മാക്കേറിൽ വിളിച്ചു പറഞ്ഞിട്ട് അവരവിടെ ചെന്നിട്ട് ഫ്രീ ആയിട്ട് കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പുതുമുഖമാണല്ലോ. പുതുമുഖമാണ്. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഡിവിഷനിൽ ഒരു പുതുമുഖമായിട്ട് തോന്നുന്നുണ്ടോ?
ഏയ് പൊതുവാണ്, പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇല്ല 100% എനിക്കില്ല. ഈ ഭാഗത്തൊക്കെ എല്ലാം എന്നെ അറിയാവുന്നവരെന്നെയാണ്. ഈ ADS ആയിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ജില്ലാ മിഷന്റെ ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലാസ് എടുക്കാൻ വേണ്ടി ഡിവിഷനിലും എല്ലാവരും അങ്ങനെ വോട്ടർമാർക്കിടയിൽ ഷീജ വളരെ സുപരിചിതമാണ്. കുഴപ്പമൊന്നുമില്ല. മറ്റൊരു കാര്യം, തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ഡിവിഷന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ഡിവിഷന് വേണ്ടി ചെയ്യേണ്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട പദ്ധതികൾ മനസ്സിലുണ്ട്? പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അത് എല്ലാ വീടുകളിലും പൈപ്പ് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ വെള്ളത്തിന് വേണ്ടിയുള്ളത് ഞങ്ങളെ UDF ഞാൻ UDFന്റെ ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ മെയിനായിട്ട്, അതേപോലെ ഡ്രൈനേജിന്റെ പ്രശ്നങ്ങളും. ഒരു മഴ വന്നു കഴിഞ്ഞാല് എല്ലാ വർഷത്തില് 12 മാസം മഴയില്ലെങ്കിലും 2 മാസം മഴ ഉണ്ടെങ്കിലും ഞാനടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് വെള്ളക്കെട്ട്, അതുപോലുള്ള പ്രശ്നങ്ങള്. മുൻഗണന എടുത്തിട്ട് ഉമ്മമാരെ എന്ത് വന്നാലും ഒരു പേപ്പറിനായിട്ടോ അല്ലെങ്കിൽ നടക്കാൻ ഞാൻ ഇരിക്കൂല. വേറെ പ്രശ്നങ്ങളും വേറെ ഒന്നും പറയാനില്ല. ആരും എന്നെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യവും വരൂല. അപ്പൊ പിന്നെ എന്റെ എണിച്ചിനോട് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. നഗരസഭ 6ാം ഡിവിഷനിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ഷീജ നവാസിനെ UDF രംഗത്തിറക്കുന്നത് ഈ ഡിവിഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അതിന് ഷീജയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.